ഹലോ വ്യൂസ്, വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് ടെക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടീൻ്റെ ഹെഡിൻ്റെ ഭാഗത്തായിട്ട്, അതായത് നമ്മളിപ്പോൾ കാണാം ഹെഡിൻ്റെ മേലെ ഉൾഭാഗത്തുള്ള ചെറിയൊരു സീലൻ്റ് ഉണ്ട്. ആ സീലൻ്റിൻ്റെ അവിടെ നിന്ന് ചെറുങ്ങനെ ഓയിൽ ലീക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ലീക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആനബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ട്. അത് ഞാൻ വഴിയെ കാണിക്കാം. ആനബോണ്ട് പേസ്റ്റ് വെച്ചിട്ട് ഈ സീലൻ്റിൻ്റെ മുകളിൽ അപ്പുറവും, അതായത് മേലെയും താഴെയും ക്ലോസ് ചെയ്തിട്ട് ഈ ലിഡ് വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓയിൽ ലീക്ക് പരമാവധി നമുക്ക് നിൽക്കും. പിന്നെ ഓയിൽ ലീക്ക് വരില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് സീറ്റിന്റെ 2 സ്ക്രൂ, അതായത് ഈ ബാക്കിലത്തെയും ആ സൈഡിലെയും സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സ്ക്രൂവും കൂടി ഉരുകി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റും. സീറ്റ് പൊക്കി വെച്ചാൽ സീറ്റ് മുഴുവനായിട്ട് വേണ്ട ആവശ്യമില്ല. മുഴുവനായിട്ട് വരുന്നവരുണ്ട്. ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്കൊന്ന് മുഴുവനായിട്ട് ഊരിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഊരേണ്ടത് ഈ ടാങ്കിന്റെ 2 സൈഡ്, ബാക്ക് സൈഡിലായിട്ട് 2 ബോൾട്ട് ഉണ്ടാവും. ആ 2 ബോൾട്ട് ഊരിയെടുക്കുക. ഊരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്രോളിന്റെ സപ്ലൈ നമ്മളിവിടെ കട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇതിനടുത്ത് ചാർക്കോൾ കാനിസ്റ്ററിലേക്ക് പോകുന്ന ഒരു പൈപ്പ് ഉണ്ടാവും. ഈ പൈപ്പ് കൂടി ഊരി കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് പതിയെ പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ മേലോട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ടാങ്ക് ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്പാർക്ക് പ്ലഗ്, അതായത് സ്പാർക്ക് പ്ലഗ് ഊരിയിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് കുറച്ച് ചെറിയ ഞാൻ പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്താണ്. അത് വെള്ളം പോലെ ഒരു സാധനം അവിടെ കാണുന്നത്. പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്താണ്. കുറച്ച് കഴിയുമ്പം ആവിയായിട്ട് പോകും. അത് കുഴപ്പമില്ല, അവിടെ നിൽക്കുന്നത്. മാക്സിമം ക്ലീൻ ചെയ്തെടുക്കും. ഉൾഭാഗത്ത് കൂടെ കുറേ ഓയിൽ ഉണ്ടായിരുന്നു, അതൊക്കെ പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്താണ്. ഇനി നമ്മൾ ഇതിനെ ഹെഡ് അഴിക്കുകയാണ്. അതിന് ഇതേപോലെ അലൻകി ബോൾട്ട് ഉണ്ടാവും, ഒരു 4 എണ്ണം. അത് 4 എണ്ണം നമ്മൾ ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഊരിയെടുത്തിട്ട് കാണാം. ഇപ്പം നമ്മൾ ഹെഡിന്റെ ടോപ്പിലുള്ള കവർ ഊരി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ 4 റോക്ക് റാം. അപ്പം നമുക്ക് കവർ കാണാൻ പറ്റും. കവറിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് അഴുക്കുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ആ സീലിൻ്റാണത് ഗ്യാസ്കറ്റ്. ഈ ഗ്യാസ്കറ്റൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് തന്നെ ഇടാം. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലുമാണ് നമുക്ക് ആനബോണ്ട് പേസ്റ്റ് ചെയ്യേണ്ടത്. ഇതതിൻ്റെ ബോൾട്ട് വരുന്നതാണ്. 2 പാക്കിംഗ് ആണ് ഉണ്ടാവുക. 2 പാക്കിംഗ് ആണ് ഈ കാണുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഈ റോക്ക് റാമിൻ്റെ മേലുള്ള ഈ 2 സാധനം ഇത് മൂവ്മെൻറ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അധിക ബുള്ളറ്റിൻ്റെ അകത്തുനിന്ന് ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ടക്ക് 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 എന്നുള്ള. അത് ഹൈഡ്രോളിക്കിൻ്റെ അകത്തുനിന്ന് വരുന്നതാണെന്നാണ് പറയുക. അതായത് ഹൈഡ്രോളിക്കും ഈ ഒരു റോക്ക് റാമും തമ്മിൽ ഒരു കണക്ഷൻ പോകുന്നുണ്ട് ഉള്ളിലേക്ക്. നമ്മളിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോക്ക് റാം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ റോക്ക് റാമിന് എന്തെങ്കിലും ലൂസോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതായത് പ്ലേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സൗണ്ട് കൂടുതലായിട്ട് വരും. പിന്നെ നമ്മൾ ഹൈഡ്രോളിക് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ട് വരും. അപ്പം ഓയിൽ സപ്ലൈ കറക്റ്റായിട്ട് ഈ ഒരു റോക്ക് റാമിലേക്ക് ഓയിൽ സപ്ലൈ വരുന്നുണ്ടോയെന്ന് കറക്റ്റ് നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടാൽ മതി. എന്നിട്ട് ഇവിടേക്ക് ഓയിൽ വരുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടേക്ക് ഓയിൽ വരുന്നത് കാണാൻ പറ്റുമ്പോൾ സ്ഥലത്ത് ഓയിൽ വരുന്നുണ്ട്. ഓയിൽ പമ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിതെങ്ങനെയാ ക്ലീൻ ചെയ്ത് തരുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു സൈഡ് മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇവിടെയാണ് കോൺടാക്ട് വരുന്നത്. ആ ഭാഗം മൊത്തം ക്ലീൻ ചെയ്തിട്ട് നമ്മളിവിടെ ആനബോണ്ടിന്റെ പേസ്റ്റ് കഴിക്കുകയാണ്. ആനബോണ്ട് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ ആനബോണ്ട് പേസ്റ്റ്. സിലിക്ക ജെൽ എന്നൊക്കെ പറയും. ഇത് ഗ്യാസ്കിറ്റ് മാർക്കറാണ്. നോർമലി ഇത് ചൂടായാൽ അങ്ങനെ പോയി പോകുന്നില്ല. 55 രൂപയാണ് ഇതിന്റെ വില. ഇത് നമ്മുടെ ഈ ഗ്യാസ്കിറ്റിന്റെ ഒരു ഭാഗത്തായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ്കിറ്റ് ഇതിനകത്ത് പാക്കിങ്ങിൻ്റെ അകത്ത് ഉറപ്പിച്ചിട്ട് ആ പാക്കിങ് നേരെ എടുത്ത് ഇട്ടേക്കുന്നതാണ് ഇത്. ഇങ്ങനെ 2 സൈഡിലും ചെയ്യണം. നമ്മുടെ ഈ സ്ക്രൂവിന്റെ ഒരു വാഷർ ഉണ്ടാവും. ഈ വാഷറിന്റെ സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ ആനബോണ്ട് പേസ്റ്റ് ഇടണം. എന്താ വെച്ചാൽ അതിനകത്ത് കൂടി ചിലപ്പം ഓയിൽ ലീക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് മൊത്തത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓയിൽ ലീക്ക് ഉണ്ടോ. നമ്മൾ വണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം
അതിൻ്റെ ഓയിൽ പിന്നെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാം. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വയനാട് ചുരം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മൊത്തത്തിൽ നല്ല കോടയായിരുന്നു കേട്ടോ. ജസ്റ്റ് അവിടെ പോയി തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. വേറെ എവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു റൈഡ് മാത്രം. അപ്പം ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.